രാമായണ കഥാസാരം 53-ാം ഭാഗം. രാവണൻ സീതയെ കട്ടുകൊണ്ടു ലങ്കയിലേക്ക് പോകുന്നു. സീത ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ പാഹിമാം എന്നുറക്കെ നിലവിളിച്ചു. സീതാവിലാപം കേട്ട പശീന്ദ്രൻ പെട്ടെന്നെഴുന്നേറ്റ് രാവണനോട് എതിരിട്ട് ചോദിച്ചു, ദുഷ്ടാത്മാവേ, എൻ്റെ സ്വാമിപത്നിയെ കട്ടുകൊണ്ട് നീ എവിടെ പോകുന്നു? പശിരാജൻ ക്രൂപ്തനായി രാവണനോട് യുദ്ധം ചെയ്തു. കുതിരകളെയും കൊന്ന് തേരും പൊട്ടിച്ചു താഴെയിട്ടു. രാവണനെ മുറിവേൽപ്പിച്ചു. അപ്പോൾ രാമൻ എത്തിച്ചേരുമെന്ന് ഭയന്ന് പശീന്ദ്രന്റെ ഭഷം ഛേദിച്ചു ഭൂമിയിലിട്ടു. മറ്റൊരു തേരിൽ കയറി വേഗം പോയി. സീത ഭക്ഷമില്ലാതെ വീണ പശിയെ രാമനെ കണ്ടു മരിക്കേയുള്ളൂ എന്ന വരം നൽകി. തൻ്റെ യാത്ര മുടങ്ങും, കീർത്തികെടും എന്ന് ഭയന്ന രാവണൻ ശീഘ്രം മുന്നോട്ടു പോയി. ദേവി സീത ദീനഭാവത്തിൽ വിലപിച്ചു പറഞ്ഞു, അയ്യോ, ഈ രാക്ഷസൻ എന്നെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? രാമ രാഘവ, നിൻ തിരുവടി എവിടെ? സൗമിത്രേ, ഞാൻ നിന്നോട് പരുഷവാക്കുകൾ പറഞ്ഞല്ലോ, അതൊക്കെ ക്ഷമിക്കേണേ. രാമ ദയാനിധേ, എന്നെ എന്തിനു വെടിഞ്ഞു? മാതാവേ ഭൂമിദേവി, അവിടെന്നും എന്നെ വെടിഞ്ഞുവോ? രാക്ഷസൻ കൊന്നു ഭക്ഷിക്കും മുമ്പേ എന്നെ രക്ഷിക്കണേ. പ്രകാരമുള്ള സീതാവിലാപം കേട്ട് രാമൻ വരും എന്ന രാവണൻ വേഗം കൂട്ടി മുന്നോട്ടു പോയി. സീത കീഴോട്ട് നോക്കിയപ്പോൾ പർവ്വതശിഖരത്തിൽ പഞ്ചവാനരന്മാരെ കണ്ടു. ഉടനെ തൻ്റെ ആഭരണങ്ങളെല്ലാം ഉത്തരീയത്തിൻ്റെ ഒരു കഷ്ണത്തിൽ പൊതിഞ്ഞു കീഴോട്ട് ഇട്ടു മനസ്സിൽ പറഞ്ഞു, രാമനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് യോഗം വരട്ടെ. രാവണൻ ഇതൊന്നും അറിഞ്ഞില്ല. രാവണൻ ലങ്കാപുരിയിലെത്തി സീതയെ ചുവട്ടിൽ ഇരുത്തി. രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, ഇവൾക്ക് യാതൊരു കുറവും കൂടാതെ നിത്യം പാലിച്ചു കൊള്ളണം. ജാനകി പാതിവൃത്യം അവലംബിച്ച് രാമേതി ജപത്തോടെ ചിന്താമയ്യായി കുമ്പിട്ടിരുന്നു. കാറ്റും വെയിലും മഞ്ഞും മഴയുമൊക്കെ സഹിച്ച് ആഹാരം കഴിക്കാതെ ദിനരാത്രങ്ങൾ കഴിച്ചു വന്നു. മനുഷ്യജന്മത്തിൽ സങ്കടങ്ങളില്ലാത്തവർ ആരുമില്ല എന്നും ഇതിൽ കൂടി ബോധിപ്പിക്കുന്നു. ശരീരം ഉള്ളവർക്കെല്ലാം തന്നെ സുഖവുമുണ്ട് ദുഃഖവുമുണ്ട് എന്ന പ്രകൃതി സത്യം ഇതിനാൽ അറിയിക്കുന്നു.